ഞാനൊന്ന് അപ്പൊ ഇതിന് പുതിയ ചലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശേഷം നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ ഗൈസ്, ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുഴിമന്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് വെറൈറ്റി ഡിഷ് കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ, കുറച്ച് അധികം വെറൈറ്റി സാധനങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ആദ്യം കാണിച്ചു തരാം. ആദ്യത്തെ ഐറ്റം ഇതാണ് കേട്ടോ. ആദ്യം നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത്. അതെ, ചിക്കൻ ബിരിയാണിയാണ്. രണ്ടാമത് കുഴിമന്തി ഇല്ലാണ്ട് ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ഒരു കുഴിമന്തി വെച്ചിട്ടുണ്ട്. അടുത്ത് തണ്ണിമത്തനാണ്. അതെ, കുഞ്ഞപ്പന് ഫേവറേറ്റ് സാധനങ്ങൾ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. അയ്യോ, ഒരു സാധനം കൂടി ഉണ്ട്. അടുത്താണ് മെയിൻ സാധനം, കേക്കാണ്. ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ, സ്ഥലമില്ലേ വെക്കാൻ. അപ്പൊ ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 4 ഐറ്റത്തിന് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക. ആരാണ് ആദ്യം ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്നത് അവർക്ക് തിന്നു തുടങ്ങാം. അടുത്ത ആള് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ സാധനം ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം നമുക്ക് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒട്ടും സമയം കളയാനില്ല. ഏറ്റവും കൂടുതൽ അധിക സമയമൊന്നും കൊടുക്കത്തില്ല കേട്ടോ. വേഗം അങ്ങോട്ട് എടുത്തോളാം. എന്റെ ദൈവമേ, സത്യം പറഞ്ഞ ഈ ചലഞ്ച് വീഡിയോ ചെയ്യുമ്പോ പ്രത്യേക ഒരു ഇത് തന്നെയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഈ ചലഞ്ച് ചേട്ടൻ അടിപൊളിയായിട്ട് ഇട്ടും. എനിക്ക് അതാണ് പേടി. എനിക്ക് ഒരു അപേക്ഷയുള്ളൂ, എന്ത് കിട്ടിയാലും കേക്ക് കിട്ടിയാൽ തീർക്കരുത്. എനിക്ക് കേക്കാണ്, എന്റെ ലക്ഷ്യം കേക്കാണ്. ഞാൻ 1 2 3 വീടില്ല. ഇതില്ലേ സാധാരണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്ക് വീഴും. പക്ഷെ ഇനി എന്നിട്ട് പിന്നെ ഇടാൻ പോയണല്ലേ നീ. എല്ലാവർക്കും നമ്മുടെ ചലഞ്ച് വീഡിയോസ് കാണാനാണ് കൂടുതൽ ഇഷ്ടം. സത്യം പറഞ്ഞാൽ ചലഞ്ച് വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്കും ഭയങ്കര സന്തോഷം. അതന്നെ, ഏത് ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചാലും അവസാനം ഈ ബോട്ടിൽ ഫ്ലിപ്പ് ഒന്നും നിൽക്കും. കുഞ്ഞപ്പൻ ആദ്യം ഇടുമെന്നാണ് കുഞ്ഞപ്പൻ പറയുന്നത്. കുഞ്ഞപ്പൻ പറയണ പോലെ കുഞ്ഞപ്പൻ ആദ്യം ഇടുന്നു. അയ്യോ, ഏതൊക്കെ ഇറങ്ങുന്നില്ലേ? വർത്താനം പറയാം. ഞാൻ 2 പിടി കുഴിമന്തി ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് കിഡ്സ്. ഓക്കെ, കുഞ്ഞപ്പൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നമ്മൾ മൈനസ് ഇട്ടില്ല. അടുത്ത തീയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് ഇഷ്ടമുള്ളത് തിന്നാൻ കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല അല്ലേ? അങ്ങനത്തെ പ്രോബ്ലം എന്തോടെ തിന്നാൻ ഇതൊക്കെ വഴിക്കില്ല. ഇവിടെ തണ്ണിമത്തിലേക്ക് കേക്ക് നിങ്ങൾ
ചിരിക്കാൻ പാടില്ല. എനിക്ക് അടുത്ത മിസ്റ്റേക്ക്. ഓ വലിയ ചെറിയ ചെറിയ ഇട്ട ഇവനിട്ടാ ഇട്ടാ നീ ഇവനിട്ടായിരുന്നോ ഇട്ടോ ഇവനിട്ടാ ഇട്ടപ്പോ തോന്നല്ലേ അങ്ങനെ കളത്രയും പറയുവാ. അത് കഴിഞ്ഞ ചലഞ്ചിന് എന്താ അറിയാല്ലേ കഴിഞ്ഞ നമുക്ക് കുറെ നാളെ മുമ്പ് ചെയ്ത പൊട്ടിട്ട് കുഞ്ഞപ്പോ കുറെ ഇടായിട്ട് കാണിച്ചു. സിനിമപ്പൊക്കെ കൊണ്ടിട്ട് കുഞ്ഞപ്പി പിടിക്കാൻ ഇതുപോലെ വട്ടക്കാലിട്ട് വീഴ്ത്തണം. സത്യം സത്യം വീട്ട് അടുത്തിട്ടാണല്ലേ അച്ചോ അമ്മ ഇട്ടൊരു പൊന്നെ പറയണ ചങ്കിരി. എടാ നിനക്ക് പിച്ചാൻ പറ്റണ പിച്ചാ പോലെ ചിക്കൻ ബിരിയാണി പിച്ചാൻ പറ്റുള്ളതിന്. ബിരിയാണിക്ക് വലിയ ടേസ്റ്റ് ഇല്ല സത്യം പറയാം. അതായത് ബിരിയാണി ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുഴിമന്തിയുടെ അത്ര ടേസ്റ്റ് ബിരിയാണിക്കില്ല. കുഞ്ഞപ്പഴ മാത്രം നമുക്ക് അവൻ കുഞ്ഞാണ് ചെയ്യില്ലെന്നൊന്നും ചിന്തിച്ചാൽ പറ്റത്തില്ലേ. നമ്മളെക്കാളും അടിപൊളിയായിട്ട് അവൻ ചെയ്യും. ഇങ്ങനെ ഇടണമെന്നൊക്കെ അവൻ ഞങ്ങൾ പറഞ്ഞു തരികയാണ്. ഇതെന്താ എനിക്ക് കേക്ക് പോയി ആ ഞാൻ ചലഞ്ചിന് അങ്ങനെ പോയില്ല. കഴിച്ചപോലെ കഴിച്ചല്ലേ കൊറേ നല്ല ടേസ്റ്റ് ഉണ്ടത്. കള്ള എനിക്ക് ഈ തണ്ണിമത്തം തന്നെ ടേസ്റ്റോടുകൂടി സമാധാനപരമായി കഴിക്കാം. ഞാൻ വിയർത്ത് കുളിക്കുകയാണ് കേട്ടോ. അവൻ ബിരിയാണി കുഞ്ഞപ്പന് ബിരിയാണിയാണ് ഇഷ്ടപ്പെട്ടെന്നോ. അവൻ ബിരിയാണി ചിക്കൻ ചിക്കൻ നിന്നോ ഞാനാണ്.
അമ്മയ്ക്ക് അവിടെ 2-3 പ്രാവശ്യം കേക്ക് തിന്നില്ലാരും കേക്ക് ഗൈസ്, അപ്പൊ ഈ ഒരു ചലഞ്ച് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. ഈ ചലഞ്ച് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതായത് എനിക്കും ചേട്ടനും കുഞ്ഞിന് ഇപ്പോഴും ഓക്കെയാണ് കേട്ടാ. അവനാണ് ശരിക്കും ഈ ചലഞ്ച് ജയിച്ചത്. ഞാൻ നമ്മൾ ഒരുമാതിരിയൊക്കെ തീർത്തിട്ടുണ്ട്. ഈ കുഴിമന്തിയുടെ ചിക്കൻ മാക്സിമം തീർന്നു, ഇച്ചിരി റൈസേ ഉള്ളു ബാക്കി. ബിരിയാണി കുഞ്ഞപ്പം തന്നെയാണ് കേട്ടോ മാക്സിമം കഴിച്ചത്. ബിരിയാണിയുടെ ഈ 2 ചിക്കൻ പീസ് മാത്രമേ ബാക്കിയുള്ളൂ. റൈസ് തീർന്നെന്ന് തന്നെ പറയാം. ചിക്കൻ പീസ് പിച്ചാൻ പറ്റണില്ല, ഭയങ്കര കട്ടി. എന്റെ പൊന്നെ, വാട്ടർമെലൻ 3 പീസ്. വാട്ടർമെലൻ ഇതെല്ലാം കഴിച്ചതാണ്. ഇത് 2 എണ്ണം നല്ല പീസുണ്ട്, പിന്നെ ഇതൊരെണ്ണം കടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ വാട്ടർമെലൻ ഏകദേശം തീരാറായി. കേക്ക് പകുതിയിൽ കൂടുതൽ. കേക്കാണ് ഒരു ഇച്ചിരി പകുതിയിൽ കൂടുതലുള്ളത്, ബാക്കി ഏകദേശം എല്ലാം തീർന്നു. പക്ഷെ ചലഞ്ച് എന്ന് പറയുമ്പോൾ മൊത്തം തീർക്കണം എന്നാണ് ചലഞ്ചിന്റെ ഒരു റൂള്, അല്ലെങ്കിൽ പിന്നെ അതൊരു ചലഞ്ച് എന്ന് പറയത്തില്ലല്ലോ. പക്ഷെ ഈ ചലഞ്ചിൽ തോറ്റിരിക്കുന്നത് ഞാനും കുഞ്ചുസുമാണ്. കുഞ്ഞപ്പനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് മടുത്ത് ഞങ്ങൾ നിർത്തി. ഞങ്ങൾ തോറ്റ് ക്വിറ്റ് ചെയ്തല്ലേ, നമ്മൾ ഞങ്ങൾ ക്വിറ്റ് ചെയ്ത് സമ്മതിച്ചു. കുഞ്ഞപ്പൻ ഇപ്പോഴും ഓക്കെയാണ്, അവന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. അത് കാരണം ഞങ്ങൾക്ക് പണിഷ്മെന്റ് ആണ്. കുഞ്ഞപ്പനാണ് ഞങ്ങൾക്കുള്ള പണിഷ്മെന്റ് തരുന്നത്. അച്ഛൻ മൈക്കൊന്ന് കൊടുത്തേ. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് പണിഷ്മെന്റാ തരണ്ടേന്ന് കുഞ്ഞപ്പനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അവനോട് ചോദിച്ചു നോക്കാം. കുഞ്ഞപ്പ, അച്ഛനും അമ്മക്കും ഓരോ പണിഷ്മെന്റ് പറഞ്ഞേ. അധികം വലുത് വേണ്ട, വല്ല സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ പറ. അമ്മ മഞ്ഞപ്പൊടിയിൽ മുക്കണം. അയ്യോ, അമ്മ മഞ്ഞപ്പൊടിയിൽ മുക്കണോന്ന്? എന്ത് മുക്കാൻ? അമ്മ മുങ്ങാനാ? ഇവിടെ എന്തെന്നാ മുക്കണ്ടെന്ന് പറ. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പറഞ്ഞോണ്ടിരിക്കും. എന്തെന്നാ മഞ്ഞപ്പൊടി മുക്കേണ്ടത്? അത് ക്ലിയർ ആയിട്ട് പറ. അല്ലേ, അപ്പൊ മുഖം മുക്കാം. കൈ മുക്കിയിട്ട് കരിയില്ല ചേട്ടാ, സമ്മതിക്കൂല. അപ്പൊ എന്തായാലും മുഖം തന്നെ മുക്കാം. അച്ഛൻ എന്ത് ചെയ്യണോന്ന് പറ. അച്ഛൻ വെറുതെ ഇങ്ങനെ പച്ചമുളക് കഴിച്ചാ മതി. ഞാനോർത്തേ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് പച്ചമുളക് കഴിക്കണം. അടിപൊളി. ഇത് ഇവിടുന്ന് കിട്ടി നിനക്ക് ഈ പണിഷ്മെന്റ് ഒക്കെ. ഇവനില്ലേ അച്ഛൻ വെറുതെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് വല്ല സിമ്പിൾ വല്ലതായിരിക്കണം. നമ്മൾ പണിഷ്മെന്റിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ മഞ്ഞപ്പൊടിയിൽ മുഖം മുക്കൽ ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയാം, അവൻ ഇപ്പൊ തന്നെ മുക്കാൻ വേണ്ടി പിടിച്ചോണ്ടിരിക്കുക. മഞ്ഞപ്പൊടി ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. നല്ല 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. ചീഞ്ഞ പച്ചമുളകൊന്നും അല്ല, മൊത്തം തിന്നണോന്നില്ല, കടിച്ച് കുറച്ച് ചവക്ക അരക്കണം, ചവച്ച് അരക്കണം. അപ്പൊ ഗൈസ്, മഞ്ഞപ്പൊടിയിൽ ആദ്യം മുഖം ഞാൻ തന്നെ മുക്കാം. നോ പ്രോബ്ലം. ഞാനൊന്ന് രണ്ടുപേരും സമയമില്ല, എനിക്ക് പച്ചമുളക് തിന്നണ്ടോ. ഇതെന്ത് ഇത്ര കൊതിയാണോ പച്ചമുളകിന്റെ? അതല്ല, ഞാനേ മൂക്കി കയറുവാ കണ്ണി കയറുവാന്നൊക്കെ അകത്തേക്ക് വലിച്ചു പിടിച്ചോ ശ്വാസം. അതാണ്, ഞാൻ ഒന്ന് ശ്വാസം വലിച്ചു പിടിക്കട്ടെ. അതിനുള്ള സമയം എന്താ? ഇത്ര ശുഷ്കാന്തി ഒരു കാര്യത്തിലും കണ്ടിട്ടില്ല. എനിക്ക് പച്ചമുളക് ചലഞ്ച് എനിക്ക് എരിഞ്ഞിട്ട് വയ്യ. ദേഷ്യം വന്നിട്ടാ എനിക്ക്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ശ്വാസം വിട്ടില്ല, ശ്വാസം വിട്ടാ പണിയിട്ടു. എന്താ ഇത്? ഇല്ലല്ലോ കുഞ്ഞു മോമുക്കിക്ക് നോക്കട്ടെ, ഇവിടെയൊക്കെ നോക്കട്ടെ. നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പൊ. നോക്കി, ഇത് മതി. പക്ഷെ മഞ്ഞൾ ഇതാണ് നല്ലതാണ്. മഞ്ഞൾ അതായത് ഈ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണല്ലേ. അതെ അതെ. കണ്ടാ ചോദിച്ചാ കണ്ണിലൊന്നും ആയിട്ടില്ലല്ലോ. മൂക്കിന്റെ ഇവിടേക്ക് പക്ഷെ ചെറുതായിട്ട് നീറ്റിൽ എടുക്കണോണ്ടാന്ന്. നമ്മുടെ ടാനൊക്കെ മാറി നല്ല വൃത്തിയാവും. അടുത്ത പണിഷ്മെന്റിനുള്ള ആളെ നമ്മൾ രാജകീയമായി ആസനസ്ഥനാക്കിയിട്ടുണ്ട്. കേക്കിന്റെ ക്രീമും അതിനെ കൂടെ പറയിക്കരുത്, മര്യാദക്ക് ചവച്ച് തിന്നേ. ഒരു കടിയൊന്നും ചവക്കണം, അരക്കണം. ഒരു കടി അടിച്ചിട്ട് ഒരു കടി അടിച്ചാ മതിയാ, കുറച്ച് കൂടുതൽ കടിക്കാം മാത്രം. ഓക്കെ. എക്സ്പ്രഷൻ ഇല്ലാണ്ട്, അതവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കണം. നോക്കട്ടെ നോക്കിക്കൂടാ, വല്ല എക്സ്പ്രഷനും കഴിക്കണ്ടാന്ന്. എരിവൊന്നും മുഖത്ത് വരാൻ പാടില്ല. എന്റെ പൊന്നെ, മതി കൊണ്ട് തുപ്പ് മതി. നല്ല എരിവാണ് കേട്ടാ. കണ്ണിന് വെള്ളം വേണ്ട.
ദൈവമേ. അപ്പൊ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും പണിഷ്മെന്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ വിജയ് കുഞ്ഞപ്പനാണ്. കരയണണ്ടാ, തിന്നണേടാ. ഇതിന് എരിവില്ലേ കുഞ്ഞ്? ഇവിടെ ഇതിന് എരിവില്ലെന്ന് തോന്നുക. എരിവില്ലേ? ഞാൻ ചവക്കാൻ വേണ്ടിയാണല്ലേ നിങ്ങൾ എരിവില്ലാത്ത പോലെ അഭിനയിച്ചത്. ഇപ്പറ നല്ലൊരു കേക്കിന്റെ പീസ് വേണം. നല്ല എരിവുണ്ട് കേട്ടോ. നിങ്ങൾ എത്ര എനിക്കില്ലേ സത്യം ഞാൻ എരിവുണ്ടെന്ന് വിചാരിച്ചില്ല ചേട്ടൻ കുറെ നേരം ചവക്കണണ്ടപ്പാ. നല്ല എരിവുണ്ട്. നിങ്ങൾ എങ്ങനെ ചവച്ച മനുഷ്യ? അപ്പൊ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.